നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടി പരിശുദ്ധാത്മാവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി ഈ പ്രഭാതം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. ഹല്ലേലൂയ. തിരുനാളിൻ്റെ അവസാന മഹാദിനത്തിൽ യേശുനാഥൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുനാഥൻ്റെ വചനമായ വാക്കാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ഈ വചനം കേട്ട് ഹൃദയം നുറുങ്ങുന്ന ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് യേശുനാഥൻ പറയുന്നത്. എങ്ങനെ കുടിക്കണം? അവരിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ ഈ വചനം ഞങ്ങളെ ദാഹം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും അവൻ്റെ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പെരുമഴ 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 പോലെ കർത്താവിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഈ വചനം അയച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യം നടന്നിരിക്കും തീർച്ചയായിട്ടും. കാരണം വചനത്തിന് ശക്തിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ പുത്രനായ യേശുവേ, നിന്റെ ജീവൻ്റെ ഇരുതല വാളായ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേന്നും ബലപ്പെടുത്തണമേന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നും യേശു അപ്പൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി.